Hey guys, welcome to mobileic.in. ഇത് നാസൻ്റെ OCT007 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മളെ ഡിസ്പ്ലേ സെപ്പറേറ്റർ അതിൻ്റെ മുകളിൽ വരുന്ന റബ്ബറിൻ്റെ ഒരു മാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജി ആയിട്ട് പുതിയ മോഡലായിട്ട് ഇറക്കിയതാണ്. ഇത് വെച്ചാൽ അതിനെക്കാട്ടി നല്ല പവർഫുള്ളാണ്. പിന്നെ ഒരുപാട് വേറെ ഈ ഗ്ലാസ് സെപ്പറേറ്ററിൻ്റെ ഈ വാക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും കുറേ യൂസ് ചെയ്യുമ്പോൾ ചൂടായിട്ട്. ഇപ്പോൾ ആദ്യത്തെ മാതിരി ഡിസ്പ്ലേ അത്ര അതിൻ്റെ മുകളിൽ പിടിക്കുന്നുണ്ടാവില്ല, ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് ഡിസ്പ്ലേ നന്നായിട്ട് വന്നു പോകും. അപ്പോൾ അങ്ങനെ വരുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് അത്യാവശ്യമല്ല, നല്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മെഷീന് 14 ഇഞ്ചിൻ്റെ അതിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്നുവെച്ചാൽ അതിലൊക്കെ ചെറിയ എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു 2-3 കൊല്ലത്തിൻ്റെ അടുത്ത് പൈക്കുണ്ട്. അതിൻ്റെ മുകളിൽ ഈ സാധനം നിൽക്കലില്ല. മറ്റേ ഓർഡിനറി മാറ്റ് വെക്കുമ്പോഴേക്ക് ഡിസ്പ്ലേ അങ്ങോട്ടേക്ക് വന്നു പോകും. അപ്പോൾ ഇത് ശരിക്കും 2 ഹോളേ ഉള്ളൂ, എയർ ഇതിൻ്റെ പുറത്തേക്ക് വരാൻ. പിന്നെ ഒരു റബ്ബറിൻ്റെ ബുഷ് മാതിരി ഒരു കോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നല്ലോണം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ പഴയ മെഷീനറി ഉണ്ടാവും ഈ ഡിസ്പ്ലേ അതിൻ്റെ മുകളിൽ നിൽക്കാത്ത, അതിനൊക്കെ യൂസ്ഫുൾ ചെയ്യാൻ എത്ര ബെറ്ററാണ്. പിന്നെ ഇതിൽ നമുക്ക് ഫ്രെയിം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ, അത്രയും പവർഫുൾ അതിനെക്കൊണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഈ എക്സസ് മാക്സ് അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഫ്രെയിം കട്ട് ചെയ്തെടുക്കൽ, ഈ എഡ്ജിൻ്റെ ഫ്രെയിം ഊരലൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പവറായിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്നതിനെ കൊണ്ട്. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, ഇപ്പോൾ എന്തായാലും നല്ല പവർഫുള്ളാണ്. ആ വീഡിയോ കണ്ടാൽ അറിയാം. അത് സ്കെയിൽ എടുത്തിട്ട് വരെ അതിൻ്റെ മുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. അത്രക്കും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ അമർത്തും.